പറഞ്ഞു വന്നത് പൊന്നുതമ്പുരാൻ അനുവദിച്ചു തന്ന സരസ്വതി ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ നിലയെക്കുറിച്ച്. സർക്കാർ ഗ്രാന്റ് ഉണ്ടായിട്ടും വേണ്ടവിധം ആ സ്കൂൾ നടത്തിക്കൊണ്ടുപോവാൻ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിന് ഉത്തരവാദികൾ ഞാൻ ഉൾപ്പെടെയുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ്. എന്നിരുന്നാലും മാനേജർ എന്നുള്ള നിലയിൽ അതിന് ഉത്തരം പറയേണ്ടത് ശ്രീകലയാണ്. എന്തുകൊണ്ട് ആ സ്കൂൾ പഴയതുപോലെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല? അതിപ്പോ പിള്ളേരാരും നമ്മുടെ സ്കൂളിലേക്ക് വരാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? അതൊരു മുട്ടാപ്പോക്ക് ന്യായമാണ് തമ്പി. റെസിഡൻഷ്യൽ സ്കൂളും മറ്റു പ്രൈവറ്റ് സ്കൂളുകളും കൂണുപോലെ മുളച്ചു പൊന്തിയപ്പോൾ പോലും 1000-ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നു. അവിടുന്നാണ് അതിപ്പോ ചുരുങ്ങി കേവലം 200-ൽ താഴെ കുട്ടികളുള്ള ഒരു പള്ളിക്കൂടമായി മാറിയത്. അത് മിക്കവാറും മറ്റു സ്കൂളുകളിൽ നിന്ന് നിർബന്ധിത TC കൊടുത്ത് പറഞ്ഞു വിടുന്നവരാണ് നമ്മുടെ സ്കൂളിൽ വന്ന് അഡ്മിഷൻ എടുക്കുന്നത്. ആ നിലയിലേക്ക് സ്കൂള് കൂപ്പുകുത്തിയതിന്റെ കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടതും പഠിക്കേണ്ടതും പരിഹരിക്കേണ്ടതും. ഇപ്പൊ 200-ൽ താഴെ കുട്ടികളെങ്കിലും ഉണ്ടല്ലോ. അടുത്ത വർഷം അതിന്റെ പകുതി പോലും കാണില്ല. നമ്മൾ ഇനി സ്കൂളിന്റെ നിലവാരം ഉയർത്തി പുതിയ തലവേദനകളൊന്നും പിടിക്കാതിരിക്കുന്നതാ നല്ലത്. കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നമ്മുടെ സ്കൂളിൽ ചേരാൻ താല്പര്യമെടുക്കണമെങ്കിൽ അവിടെ മതിയായ ഫാക്കൽറ്റീസ് വേണം. അതിനെ നിയമിക്കാൻ സർക്കാർ ഇപ്പോ വലിയ റെസ്ട്രിക്ഷനൊക്കെ വെച്ചിരിക്കുകയല്ലേ. അതും പോരാഞ്ഞിട്ട് സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ മാന്യമായ ഫണ്ടും തരുന്നില്ല. ഈ പരാധീനതകൾ ഉള്ളപ്പോ തന്നെയാ എന്റെ ഭർത്താവും എന്റെ മകനും ആ സ്കൂള് നന്നായി നടത്തിക്കൊണ്ടുപോയത്. അവർക്ക് അന്ന് കഴിഞ്ഞത് എന്തുകൊണ്ട് ഇന്ന് നമുക്ക് കഴിയുന്നില്ല? അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം മാനേജർ പോസ്റ്റിലുള്ള ശ്രീകലയ്ക്കും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള തമ്പിക്കുമാണ്. പറയുമ്പോ എല്ലാം പറയണല്ലോ. പാരമ്പര്യമായി നടത്തിക്കൊണ്ടുപോകുന്ന സ്കൂളാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു സ്കൂൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ എത്ര ലക്ഷങ്ങളാ ഒരു മാസം വേണ്ടത്? അടിസ്ഥാനപരമായി ഇതൊരു കച്ചവടമാണ്. ലാഭമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലേ മുതൽ മുടക്കാവൂ. പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയാ മഹാരാജാവ് ഈ സ്കൂളിന് അനുമതി നൽകിയത്. ശ്രീകലയും തമ്പിയും അതിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നത് വരെ കച്ചവടത്തിനല്ല, കുട്ടികളുടെ ഭാവിക്കായിരുന്നു ഊന്നൽ കൊടുത്തിരുന്നത്. അമ്മേ, അതൊക്കെ ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കയ്യിൽ നിന്ന് കാശെടുത്ത് സ്കൂൾ റൺ ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. ഒന്നുകിൽ സർക്കാർ ആവശ്യത്തിനുള്ള ഗ്രാന്റ് തരിക, അല്ലെങ്കിൽ സ്വകാര്യ നിയമനം നടത്താനുള്ള അനുവാദം തരിക. കഴിഞ്ഞ വർഷം ആകെ ഒരു സ്വകാര്യ നിയമനം മാത്രമേ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളൂ. അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 50 ലക്ഷം രൂപ എവിടെ? സ്കൂളിലെ അരവർഷത്തെ നടത്തിപ്പിന് അത് ധാരാളമല്ലേ തമ്പി? അമ്മ ഇങ്ങനെ കണക്ക് ചോദിച്ചാൽ എങ്ങനെയാ? സ്കൂളിന് സ്കൂളിന്റേതായ ചെലവുകളുണ്ട്. അതൊക്കെ ആ ചെലവിൽ നിന്നാവും നടത്തിക്കൊണ്ട് പോവാം. അതെ, മറ്റുള്ളവരുടെ പണത്തിലാണ് കണ്ണ്, അല്ലാതെ സ്കൂളിന്റെയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും ഭാവിയിലല്ല. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, സ്കൂളിന്റെ പ്രവർത്തനങ്ങളില് ഇനി എപ്പോഴും ഡയറക്ടർ ബോർഡിന്റെ ഒരു നിയന്ത്രണം ഉണ്ടാവണം.
ഇതുവരെ ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ കിടന്നിരുന്നത് ഒന്ന് നേരെയാക്കി എടുക്കാൻ നോക്കിയാ ഞാൻ. ചിലപ്പോ കയ്യിൽ നിന്നൽപ്പം കാശ് ചെലവാക്കേണ്ടി വന്നാലും സ്കൂളിന്റെ മേന്മ നിലനിർത്തണം. അതാണ് ഇനി അങ്ങോട്ട് ഡയറക്ടേഴ്സ് ബോർഡിന്റെ ഉദ്ദേശ ലക്ഷ്യം. അതെ ശ്രീകലെ, ഇവരിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അതൊന്നും നടപടിയാവുന്ന കേസല്ല. ഡാഡിക്കത് തുറന്നു പറഞ്ഞൂടായിരുന്നോ? എത്രയും പെട്ടെന്ന് ആ സ്കൂള് പൂട്ടി അവിടെ വല്ല മോളോ ഷോപ്പിംഗ് കോംപ്ലക്സോ പണിയാൻ ഞാൻ എത്ര നാളായിട്ട് ഡാഡിയോട് പറയാ. ദേ, ശ്രീകലാമ്മയ്ക്കും അതിന് എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ. ദേ, അവരിനി എത്ര തലകുത്തി നിന്നാലും ആ സ്കൂളിനി നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പൂട്ടിക്കാനുള്ള വഴി നോക്ക്. ഹായ്, നല്ല അച്ചാറും കഞ്ഞിയും ചമ്മന്തിയും പയറുകറിയും. ഇത് മോളുണ്ടാക്കിയതാ? പാചകമൊക്കെ ദേവൂട്ടി തന്നെയാ. എന്നെ അടുക്കള കയറാൻ മോള് സമ്മതിക്കില്ല. എന്നാ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് സഹായിക്കാന്ന് വെച്ചാ അതിനും മോള് സമ്മതിക്കില്ല. അങ്ങനെ വേണം പെൺകുട്ടികള്. വീട്ടിലൊരുത്തിയുണ്ട്, കുനിഞ്ഞു കുപ്പ എടുക്കില്ല അവള്. ചായ കുടിച്ച ഗ്ലാസ് പോലും കഴുകി വെക്കാൻ പറയുന്നത് വർഷയ്ക്ക് ഇഷ്ടമല്ല. അയ്യോ മതി മോളെ, വേണ്ട. ഇപ്പൊ തന്നെ ഒരുപാടായി. ഞാൻ രാത്രിയില് അരിയാഹാരം പതിവില്ലാത്തതാ. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുമെന്ന് പറഞ്ഞ് ശ്രീകല എല്ലാ ദിവസവും ചപ്പാത്തിയാ തരാറുള്ളത്.